നമസ്കാരം. 2 തവണ പിണറായി സർക്കാർ അധികാരത്തിലിരുന്നിട്ടും എടുത്തു പറയാൻ ഒരു പദ്ധതിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മുടെ സർക്കാർ കടന്നുപോകുന്നത്. നടപ്പിലാക്കാൻ കഴിയാത്ത കേരയിൽ പദ്ധതിയുടെ പേരിലുള്ള വിവാദങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ സംഭാവനയായിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖം പദ്ധതിയാകട്ടെ, കണ്ണൂർ വിമാനത്താവളം പദ്ധതിയാകട്ടെ, ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതികളാണ്. ഈ പദ്ധതികളുടെ പൂർത്തീകരണം നടത്തിയതിന്റെ മേനി പറച്ചിൽ മാത്രമാണ് ഇടതുപക്ഷ പ്രവർത്തകരും ചെയ്യുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി അവസരമൊരുങ്ങുമ്പോൾ പബ്ലിക് റിലേഷൻ തന്ത്രങ്ങളുടെ പണപ്പുരയിലാണ് ഇടതു കേന്ദ്രങ്ങൾ. ഇതിന്റെ അnuടങ്ങൾ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജുകളിലും നമ്മൾ കാണുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാത വികസനം സാധ്യമായിട്ടുണ്ട്. ഇതിൽ സ്ഥലം ഏറ്റെടുപ്പിനായി ആദ്യഘട്ടത്തിൽ കൊടുത്ത 5000 കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെന്ന് അവകാശപ്പെടാറുള്ളത്. ഈ പണം തിരികെ വേണമെന്നാണ് സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തോട് അവകാശപ്പെടുന്നത്. എന്നാൽ ദേശീയപാത വികസനത്തിന്റെ പേരിലെ ക്രെഡിറ്റ് തനിക്ക് എടുക്കാൻ റിയാസ് തയ്യാറാണ്. ദേശീയപാതയുടെ ആകാശ ദൃശ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് റിയാസ്. സംശയിക്കേണ്ട കേരളം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ഇടത് സർക്കാരിന്റെ നേട്ടം എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് സഖാക്കളും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ മോദിക്കും ഗഡ്കരിക്കും നന്ദി പറഞ്ഞ് BJP-കാരും രംഗത്ത് വന്നു. റിയാസ് എട്ടുകാലി മമ്മുന്ന് ചമഞ്ഞെന്ന് ഇവരുടെ ആക്ഷേപം. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന നിതിൻ ഗഡ്കരി എന്ന ദീർഘവീക്ഷണശാലിയുടെ ഭാവനയിൽ വിഭാവനം ചെയ്ത ദേശീയപാത വികസനം കാണിച്ച് എല്ലാം സ്വന്തം നേട്ടമാക്കാനാണ് നോക്കുന്നത്. വാജ്പേയി സർക്കാർ കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ റെയിൽവേ ഇരട്ടിപ്പിച്ചു, റെയിൽ ഗതാഗതം സുഗമമാക്കി തന്നു. അതിനുശേഷം നരേന്ദ്രമോദി വരേണ്ടി വന്നു കേരളത്തിൽ സർവീസ് റോഡുകൾ ഉൾപ്പെടെ ദേശീയപാത 6 വരിയായി കാണാൻ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ സൈബറിടത്തിൽ പരസ്പരം ഇങ്ങനെ പോരി മുറുകുന്നുണ്ട്. അതേസമയം ദേശീയപാത പൂർത്തീകരണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവ് നിയമസഭയിൽ പറഞ്ഞത്.